കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും ഉയർന്നതോടെ വിപണി ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇന്ന് ഗ്രാമിന് ഏകദേശം 14,260 രൂപയായി ഉയർന്ന സ്വർണ്ണവില ഒരു പവന് 1,14,000 കടന്ന് മാർച്ച് മാസത്തിന് ശേഷം രേഖപ്പെടുത്തിയ ഉയർന്ന നിരക്കായി മാറി. ഈ വില വർധന സാധാരണമായ ആഭ്യന്തര ആവശ്യകതയോ സീസണൽ ഘടകങ്ങളോ മാത്രമല്ല, ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രത്യേകിച്ച് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷവും സമാധാന പ്രതീക്ഷകളും സ്വർണ്ണവിലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതായി സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ സാധാരണയായി സ്വർണം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ വില കൂടാറുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ പ്രത്യേകത സമാധാന ചർച്ചകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് വിലയിൽ ചലനം സൃഷ്ടിക്കുന്നത് എന്നതാണ്. വിപണിയിലെ അനിശ്ചിതത്വം നിക്ഷേപകരെ സ്വർണത്തിലേക്ക് തള്ളുമ്പോൾ ചെറിയ പോസിറ്റീവ് സൂചനകളും വില ഉയരുവാൻ കാരണമാകുന്നു. ഹോർമൂസ് കടലിടുക്ക് പ്രശ്നങ്ങളോടെ ക്രൂഡ് ഓയിൽ വില ഉയർന്നത് ആഗോള പണപ്പെരുപ്പ ആശങ്കകൾ ശക്തമാക്കി. ഇതോടെ ഡോളറിന്റെ മൂല്യം ഉയർന്നപ്പോൾ മറ്റു രാജ്യങ്ങളിൽ സ്വർണം വാങ്ങുന്നത് കൂടുതൽ ചെലവേറിയതായി. പണപ്പെരുപ്പം ഉയർന്നാൽ കേന്ദ്ര ബാങ്കുകൾ പലിശ നിരക്കുകൾ കുറയ്ക്കുവാൻ മടിക്കാം. പലിശ നിരക്കുകൾ ഉയർന്ന നിലയിൽ തുടരുമ്പോൾ സ്വർണ്ണ നിക്ഷേപത്തിന്റെ ആകർഷണം കുറയുമെന്നത് സാധാരണമാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിപണി അത്ര ലളിതമായി പ്രവചിക്കാനാകാത്ത അവസ്ഥയിലാണ്. വിപണിയിലെ പ്രഖ്യാപിത സ്വർണ്ണവില മാത്രം കണക്കാക്കി ആഭരണം വാങ്ങാനാവില്ല. പണിക്കൂലി, GST, ഹോൾമാർക്കിംഗ് എന്നിവ ചേർന്നാൽ ഒരു പവന് ഏകദേശം 1,29,000 വരെ ചിലവാകാം. കേരളത്തിൽ പണിക്കൂലി സാധാരണയായി 3% മുതൽ 30% വരെ വ്യത്യാസപ്പെടുന്നു. അതിനാൽ ഒരേ തൂക്കത്തിലുള്ള ആഭരണങ്ങൾക്ക് പോലും കടകളിൽ വിലയിൽ വലിയ വ്യത്യാസം കാണാം. 18 ക്യാരറ്റ് സ്വർണം ലഘു ആഭരണങ്ങൾക്കായി ഉപയോഗിക്കുന്നത് കുറഞ്ഞ നിരക്കിലാണ് ലഭിക്കുന്നത്. അതേസമയം വെള്ളി വിലയും ഉയർന്ന നിലയിലാണ് തുടരുന്നത്. ഇത് വിപണിയിലെ പൊതുവായ വിലക്കയറ്റ പ്രവണതയെ സൂചിപ്പിക്കുന്നു. സ്വർണ്ണവിലയുടെ ഈ ഉയർച്ച ഒരു സാധാരണ വിപണി മാറ്റമല്ല, അത് ആഗോള രാഷ്ട്രീയവും സാമ്പത്തികവുമായ അനിശ്ചിതത്വങ്ങളുടെ പ്രതിഫലനമാണ്. അടുത്ത ദിവസങ്ങളിൽ അമേരിക്ക ഇറാൻ ബന്ധത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, എണ്ണവിലയുടെ ദിശ, കൂടാതെ കേന്ദ്ര ബാങ്കുകളുടെ പലിശ നയം എന്നിവയെ ആശ്രയിച്ചായിരിക്കും സ്വർണ്ണവിലയുടെ ഭാവി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും മലയാളി 360 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. ഇതുപോലെയുള്ള നല്ല വാർത്തകളും പുതിയ അറിവുകളും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ലഭിക്കുന്നതിനായി മലയാളി 360 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരിലേക്കും എത്തിക്കുന്നതിനായി പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.